പ്രാണനിൽ നീ മാത്രം. രചന അവതരണം മിത്രവിന്ദ. തന്റെ ജോലികളെല്ലാം സേതുവിനെ ഹെലനെ ഏൽപ്പിച്ചുകൊണ്ട് മഹി വീട്ടിലേക്ക് പറക്കുകയാണ്. പെണ്ണിന്റെ നാണത്തോടുള്ള വാചകങ്ങൾ വീണ്ടും വീണ്ടും കാതിൽ അലയടിക്കുന്നു. നീ എന്താ മോനെ, നേരത്തെയാണോ? പതിവില്ലാത്ത സമയത്ത് മകനെ കണ്ടതും ടീച്ചർക്ക് സംശയമായി. ഇന്നത്തെ ജോലിയൊക്കെ നേരത്തെ കഴിഞ്ഞമ്മേ, അതുകൊണ്ടാണ് ഈ സമയത്ത് ഇറങ്ങിയത്. ഷൂസിന്റെ ലേസ് അഴിച്ചുകൊണ്ട് മഹി അമ്മയോടായി പറഞ്ഞു. ടീച്ചറമ്മേ, നിലവിളക്ക് തൂത്ത് തുടച്ചു കേട്ടോ. അകത്തു നിന്നും ലീല ചേച്ചിയുടെ ശബ്ദം. സന്ധ്യവിളക്ക് കൊളുത്താറായി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ടീച്ചറമ്മ അകത്തേക്ക് കയറിപ്പോയി. കാറിന്റെ ശബ്ദം കേട്ടതും ഗൗരി ധൃതിയിൽ സ്റ്റെപ്സ് ഇറങ്ങി ഓടി വരുന്നുണ്ട്. ഒന്ന് പതുക്കെ ഇറങ്ങ് ഗൗരി, വല്ലയിടത്തും വീഴുന്നീയ. മഹി ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഏട്ടന് നേരത്തെയാണോ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്? മീറ്റിങ്ങിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ കോഫി എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, നീ ഒന്ന് റൂമിലേക്ക് വാ. മഹി മെല്ലെ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് പോയി. ഗൗരിയും അവന്റെ പിന്നാലെ മുറിയിലേക്ക് ചെന്നു. ഡോർ ലോക്ക് ചെയ്തതും ഗൗരിയെ അവൻ വാരിപ്പുണർന്നു. മഹിയേട്ടൻ വിടുന്നുണ്ടോ? അവൾ അവന്റെ കയ്യിൽ കിടന്ന് കുതറി. ഒന്ന് അടങ്ങി നിൽക്ക് ഗൗരി. അവളുടെ തുടുത്ത കവളിലേക്ക് അവന്റെ അധരങ്ങൾ പതിഞ്ഞു. മഹിയേട്ട, പോസിറ്റീവ് ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. 22-ന് പീരിയഡ്സ് ആവേണ്ടതായിരുന്നു. ഇതിപ്പോ 1-ാം തീയതിയായി. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു സംശയം. നിന്റെ സംശയം നമ്മൾ ഇപ്പൊ തന്നെ തീർത്തേക്കും. നീ വാ. അയ്യോ മഹിയേട്ടാ, ഇപ്പോഴല്ല നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, മോർണിംഗിലാ. ഇപ്പൊ നോക്കിയാലും നമുക്കറിയാൻ പറ്റും ഗൗരി. അഥവാ നിനക്ക് സംശയമുണ്ടെങ്കിൽ മോർണിംഗിൽ ഒന്നുകൂടി ചെയ്തു നോക്കാം, പോരെ? എങ്കിൽ സമയം കളയാണ്ട് നീ വാ. ഞാൻ പോയി നോക്കിക്കോളാം. മഹിയേട്ടനോട് നിൽക്ക്. അവനോട് സ്ട്രിപ്പ് മേടിച്ചുകൊണ്ട് ഗൗരി വാഷ്റൂമിലേക്ക് പോയി. ഡി, ഞാനും കൂടി വരാന്നേ. മഹി പിന്നാലെ ചെന്നെങ്കിലും ഗൗരി വേഗം കയറി വാതിലടച്ചു. ഈശ്വര, പോസിറ്റീവ് ആകണേ. മിടിക്കുന്ന ഹൃദയവുമായി മഹി മുറിയിലൂടെ ഉഴറി. കുറച്ചു സമയം കഴിഞ്ഞിട്ടും ഗൗരിയുടെ അനക്കം കേൾക്കാതെ വന്നപ്പോൾ അവന് ഭയം തോന്നി. ഗൗരി, അവൻ വാതിലിൽ തട്ടി. 3-4 പ്രാവശ്യം കൊട്ടിക്കഴിഞ്ഞാണ് അവൾ ഡോർ തുറന്നത്. കണ്ണൊക്കെ ചുവന്ന് കലങ്ങിക്കിടക്കുന്നു. എന്താടാ, എന്താ നിന്റെ മുഖമൊക്കെ വല്ലാണ്ട്? അവൻ ആദിയായി. ഒരേങ്ങലോട് കൂടി പെണ്ണവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എന്താടാ, എന്തിനാ നീ കരയുന്നത്? അവനും വിഷമമായി. അവൻ അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. റിസൾട്ട് നെഗറ്റീവ് ആയതുകൊണ്ടാവും എന്നവൻ കരുതി. പെട്ടെന്ന് ഗൗരി തന്റെ നെഞ്ചോട് ചേർത്ത് വിരലുകളിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ആ വസ്തു അവന്റെ കയ്യിലേക്ക് കൊടുത്തു. മഹി ഒന്നേ നോക്കിയുള്ളൂ, 2 കുഞ്ഞു ചുവന്ന വരകൾ. അത് വരച്ചിരിക്കുന്നത് തന്റെ ഹൃദയത്തിലാണെന്ന് അവന് തോന്നി. താൻ പകുത്തു നൽകിയ ജീവന്റെ ആദ്യ തുടിപ്പിന്റെ ലക്ഷണം. ഗൗരി. മഹിയും കരഞ്ഞു പോയിരുന്ന നിമിഷം. 2 കൈകളിലും കോരിയെടുത്തുകൊണ്ട് മഹി അവളെ ബെഡിലേക്ക് കൊണ്ടുപോയി സാവധാനം കിടത്തി. എന്നിട്ട് അവളുടെ ടോപ്പിന്റെ മുൻഭാഗം ഒന്ന് പിടിച്ചുയർത്തി അവളുടെ അണിവയറിൽ മുഖം ചേർത്തു. കണ്ണീരിന്റെ ഉപ്പുരസം അവളുടെ വയറിന്മേൽ അവൻ ചാലിച്ചു. അവന്റെ അധരം അവളിൽ 1000 ചുംബനപ്പൂക്കൾ വിരിയിച്ചു. ഗൗരി മോളെ, നാമജെല്ലാം വരൂട്ടോ. താഴെ നിന്നും ടീച്ചറമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ ഗൗരി പതിയെ എഴുന്നേറ്റു. മഹിയേട്ടൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞു വാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എന്നിട്ട് അമ്മയോടും ലീലേച്ചിയോടും പറഞ്ഞാൽ പോരെ? മതി, ഞാൻ പെട്ടെന്ന് വരാം. നീ സൂക്ഷിച്ചിറങ്ങി പോണം കേട്ടോ ഗൗരി. ശരിയേട്ടാ. അവൾ ശ്രദ്ധയോടു കൂടിയാണ് സ്റ്റെപ്പ് ഇറങ്ങിപ്പോയത്. നാമം ചൊല്ലിക്കഴിഞ്ഞിട്ടും പതിവില്ലാതെ കണ്ണുകൾ അടച്ച് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഗൗരിയെ ടീച്ചർമ്മ കുറച്ച് സമയമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അവൾ ഈ ലോകത്തൊന്നുമല്ലെന്ന് അവരോർത്തു. അല്പം കഴിഞ്ഞതും മഹിയും ഇറങ്ങി വന്നു. ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്ന് മഹിയും കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. ശേഷം ഇരുവരും എഴുന്നേറ്റു. ഇന്ന് എന്താ പറ്റിയേ? പതിവില്ലാതെ 2 പേരും കാര്യമായിട്ട് പ്രാർത്ഥനയിലായിരുന്നല്ലോ. അതും പറഞ്ഞുകൊണ്ട് ടീച്ചർമ്മ വിളക്കണയ്ക്കാൻ തുടങ്ങിയതും മഹി അവരുടെ കൈക്ക് കയറി പിടിച്ചു. എന്താ മോനെ? അമ്മേ, വിളക്കണയ്ക്കും മുമ്പ് എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? അത് പിന്നെ അമ്മേ. എന്താടാ മോനെ, നീ കാര്യം പറയുന്നുണ്ടോ? വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ. ടീച്ചർക്ക് ആദിയായി. ഗൗരിയും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്താ ഗൗരി, എന്താ രണ്ടാളൊന്നും പറയാതെ നിൽക്കുന്നത്? ഇവൻ നേരത്തെ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു, എന്തോ പന്തികേടുള്ളതുപോലെ. എന്താ? അമ്മേ, അത് പിന്നെ നമ്മുടെ ചോട്ടിക്കും കാത്തിക്കുമൊക്കെ കൂട്ടായിട്ട് ഒരാൾ കൂടി വരാൻ പോവാ, അധികം വൈകാതെ.
ഒറ്റ ശ്വാസത്തിൽ മഹി പറഞ്ഞു നിർത്തി. സരസ്വതി ടീച്ചർക്ക് സന്തോഷം അടക്കാനായില്ല. എന്റെ ഭഗവാനെ, ഞാൻ ഇത്തിരി മുൻപ് കൂടി നിന്നോട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, എന്റെ മഹിക്കുട്ടനും ഗൗരിമോൾക്കും ഒരു ഉണ്ണിയെ വൈകാതെ നൽകണേന്ന്. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ, അത് മതി. ഗുരുവായൂരപ്പന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് സരസ്വതി ടീച്ചർ നിന്നു. ശേഷം അവർ ഗൗരിയെ തന്റെ മാറിലേക്ക് ചേർത്തു. ഭഗവാൻ കൂടെ ഉണ്ടാകും. അവളുടെ നെറുകയിലേക്ക് മുത്തം പകർന്നുകൊണ്ട് ടീച്ചറമ്മ അവളുടെ കാതിൽ പതിയെ പറഞ്ഞു. പെട്ടെന്ന് അവൾ ടീച്ചറമ്മയുടെ കാൽക്കലേക്ക് വീണ് നമസ്കരിച്ചു. അരുത് കുട്ടി, പാടില്ല. ഇവിടെ ഇത്രത്തോളം വലിയ ആളുകൾ ഉള്ളപ്പോ നീ എന്തിനാ എന്റെ കാല് പിടിക്കുന്നത്? എന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. അതിനേക്കാൾ ഉപരി ഈ പൂജാമുറിയിലിരിക്കുന്ന ഓരോ ദൈവങ്ങളും മോൾക്കും പിറക്കാനിരിക്കുന്ന നമ്മുടെ കുഞ്ഞിനും സകല അനുഗ്രഹവും ചൊരിഞ്ഞു കൂടെയുണ്ടാവും. അവർ അവളുടെ ഇരു കവിളത്തും മാറി മാറി ഉമ്മ കൊടുത്തു. ടീച്ചറമ്മേ, എല്ലാവരും ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണോ? വിളക്കണിച്ചിട്ട് വേഗം ഇറങ്ങി വന്ന് മക്കളെയൊക്കെ വിളിച്ച് ഈ സന്തോഷം പങ്കിട്. ലീലയാണത്. ടീച്ചർ ആദ്യം ഫോണെടുത്ത് വിളിച്ചത് ഹിമയായിരുന്നു. വാർത്ത അറിഞ്ഞതും ഹിമ തുള്ളിച്ചാടി. എന്നിട്ട് വേഗം വീഡിയോ കോളിൽ വരാൻ അവൾ ടീച്ചറോട് ആവശ്യപ്പെട്ടു. മഹിയാണ് വാട്സപ്പ് ഓണാക്കി ഹിമയെ കണക്ട് ചെയ്തത്. അതിനുശേഷം ഹിമ ഓരോരുത്തരെ ആഡ് ചെയ്തു. എല്ലാവരിലും അതീവ സന്തോഷം. ഏറ്റവും അടുത്ത ദിവസം തന്നെ എല്ലാവരും കുടുംബത്തിലേക്ക് എത്തുമെന്നും നമ്മൾക്കിത് ആഘോഷിക്കണമെന്നുമൊക്കെ ഹിമയും കൃഷ്ണയും കൂടി പറഞ്ഞു. ഒരു കുഞ്ഞു വരുന്നുവെന്നറിഞ്ഞതും കുടുംബത്തിലാകെ ഉത്സവ പ്രതീതിയായിരുന്നു. ടീച്ചർ അമ്മ തന്റെ സഹോദരങ്ങളെ ഓരോരുത്തരെയായി വിളിച്ച് ഈ വാർത്ത പങ്കിട്ടു. മഹിയും തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഒക്കെ വിളിക്കുന്നത് ഗൗരി കേട്ടു. കിടക്കാനായി വന്നപ്പോഴും അവളുടെ മുഖത്ത് ആകെ ഒരു വിഷമം പോലെ. മഹിക്കത് വ്യക്തമാവുകയും ചെയ്തു. എന്താ ഗൗരി, നിന്റെ മുഖമൊക്കെ വല്ലാതെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല മഹിയേട്ടാ. പിന്നെ എന്താ പറ്റിയ പെണ്ണേ, ഇത്ര സങ്കടം? അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. ഈ സന്തോഷവാർത്ത പങ്കിടാൻ എനിക്കാരും ഇല്ലല്ലോ എന്നോർത്തുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. തേങ്ങിക്കൊണ്ടവൾ മഹിയുടെ നെഞ്ചിലേക്ക് വീണു. അവളുടെ അടക്കിപ്പിടിച്ച തേങ്ങൽ പിന്നീടൊരു പൊട്ടിക്കരച്ചിലിന് വഴിമാറിയപ്പോൾ എന്തു പറഞ്ഞുകൊണ്ട് തന്റെ പെണ്ണിനെ സമാധാനിപ്പിക്കേണ്ടതെന്നോർത്ത് അവനും പാടുപെടുകയാണ്. ഗൗരി, ഇങ്ങനെ കരയല്ലേ മോളെ, പ്ലീസ്. മഹി അവളെ ഒന്നുകൂടെ തന്നിലേക്ക് അണച്ചു. നിമിഷങ്ങൾ പിന്നിട്ടപ്പോൾ അവൾക്ക് അല്പം ശാന്തത കൈവരുന്നത് അവൻ അറിഞ്ഞു. ഗൗരി, എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നീ ഇങ്ങനെ എൻ്റെ അരികിൽ പോലും കാണില്ലായിരുന്നു. നിന്റെ വേണ്ടപ്പെട്ടവർ ചേർന്ന് വേറെ ഏതെങ്കിലും ഒരു പയ്യനെ കണ്ടുപിടിച്ച് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടേനെ. ഗൗരിയുടെ മിഴിനീർ തന്റെ തള്ളവിരൽ ഉപയോഗിച്ച് അമർത്തി തുടച്ചു മാറ്റുകയാണ് മഹി. എന്റെ ഗൗരിയുടെ ഒപ്പം ഞാൻ എന്നും ഇല്ലേടാ. നിന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും പരിഭവങ്ങളും ഒക്കെ പങ്കുവെക്കാൻ ഈശ്വരൻ നിന്നെ എന്നിലേക്ക് ചേർത്ത് വെച്ചതല്ലേ. വിഷമിക്കല്ലേടാ. നീ സങ്കടപ്പെട്ടാൽ നമ്മുടെ വാവയ്ക്കും സങ്കടാകും. അവളുടെ തോളിൽ മെല്ലെ താളം പിടിച്ചുകൊണ്ട് മഹി ആർദ്രമായി പറഞ്ഞു. ഗൗരിയും അവനെ ഇറുക്കി പുണർന്നു. അവന്റെ കഴുത്തിടുക്കിൽ മുഖം ഒളിപ്പിച്ചു. മഹിയേട്ടാ, എന്താടാ? ചിലപ്പോ ഒക്കെ അതൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്കെന്റെ നിയന്ത്രണം തന്നെ നഷ്ടാകും. സോറി. സാരമില്ല പെണ്ണെ, പോട്ടെന്നേ. അവൻ അപ്പോഴും അവളുടെ തോളിൽ തട്ടിക്കൊടുക്കുകയാണ്. ഞാൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം അമ്മയും മഹിയേട്ടനും ലീലേടത്തിയും പോലും എല്ലാരോടും വിളിച്ചറിയിച്ചു. എനിക്ക് മാത്രം ഇതൊന്നും പങ്കുവെക്കാൻ ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ. അതോർക്കുമ്പോൾ നെഞ്ചു പൊട്ടുവാ. അത് പറയുമ്പോൾ അവളുടെ വലങ്കൈ അവന്റെ പുറത്ത് ഒന്നുകൂടെ മുറുകി. അത് വല്ലാണ്ട് വിറകൊണ്ടു. ഒരാളുടെ ആയുസ് തീരുമാനിക്കുന്നതും അത് തിരിച്ചെടുക്കുന്നതുമൊക്കെ ഈശ്വരനാ. അദ്ദേഹം അവർക്ക് രണ്ടാൾക്കും വിധിച്ചത് അത്രയും ആയുസായിരിക്കും. പോട്ടെന്നേ, വിഷമിക്കല്ലേ ഗൗരി. അത്രമേൽ ലോലമായി അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. വിവാഹം കഴിഞ്ഞ് കുറച്ചു ദിവസത്തിന് ശേഷം നമ്മൾ രണ്ടാളും ആ ഓർഫനേജിൽ പോയില്ലേ? മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ കുഞ്ഞുങ്ങളെ അവിടെ കണ്ടില്ലേ? അതുപോലെ തന്നെ മക്കൾ തങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നിഷ്കരണം അവിടെ കൊണ്ടുപോയി തള്ളിയിട്ട് അവരുടെ സുഖം തേടി പോയില്ലേ? രണ്ടും രണ്ട് തരത്തിലുള്ള ആളുകളാ നമ്മൾ. കുറേ സമയത്ത് അവരെയൊക്കെ അവിടെ കണ്ടു കഴിഞ്ഞു. ഈ ലോകമെന്ന് പറയുന്നത് അങ്ങനാണ് ഗൗരി. എല്ലാവരും ഉണ്ടെങ്കിൽ പോലും
അനാഥരായി കഴിയുന്ന എത്രയെത്ര ജന്മങ്ങളുണ്ട് ഈ ഭൂമിയിൽ. നിമിഷങ്ങളുടെ സുഖം തേടി പരസ്പരം പുണരുമ്പോൾ യാതൊന്നും അറിയാതെ ഈ ഭൂമിയിലേക്ക് പിറവിയെടുക്കുന്ന എത്രയെത്ര പിഞ്ചോമനകളെ ഓരോ ദിവസവും അനാഥാലയത്തിലേക്ക് ലഭിക്കുന്നത്. അതൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ദുഃഖം എത്രയോ ചെറുതാണ്. എൻ്റെ ഗൗരിക്ക് എല്ലാവരും ഉണ്ട്. നിന്റെ പെറ്റമ്മയെപ്പോലെ തന്നെ നിന്നെ സ്നേഹിക്കുന്ന ആളാണ് എൻ്റെ അമ്മ. നിന്റെ കൂടപ്പിറപ്പുകളെപ്പോലെ അതേ കരുതലോടെ നിന്നെ ചേർത്ത് നിർത്തുന്നവളാണ് നമ്മുടെ ഹേമേച്ചി. നിന്റെ ഒരു ചേച്ചിയായോ അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടായോ ഒക്കെ കാണാം നിനക്ക് ഹേമേച്ചിയെ. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവർ ഓരോരുത്തരും. പിന്നെ ഇതിനേക്കാൾ എല്ലാത്തിലും ഉപരിയായി ഈ കണ്ണുകൾ അടയും വരേക്കും, ശ്വാസം നിലയ്ക്കും വരേക്കും നിന്നോടൊപ്പം ഞാനുണ്ടാവും. അതും പോരാഞ്ഞിട്ട് നിന്റെ എല്ലാ സങ്കടങ്ങളും തുടച്ചു നീക്കുവാനായി നമ്മുടെ രണ്ടാളുടെയും ജീവന്റെ തുടിപ്പ് ഈശ്വരൻ നമ്മളെ അറിയിച്ചു തന്നില്ലേ? ഇതൊക്കെ പോരെ നമുക്കിനി സന്തോഷിക്കുവാൻ? അതും ഇനിയുള്ള കാലത്തേക്ക്. ഓരോരോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി മഹി അവളെ സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഗൗരിക്ക് ഒരുപാട് ആശ്വാസം തോന്നുകയും ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞതും നോക്കിയപ്പോൾ കണ്ടു തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്നവളെ. അവളുടെ നെറുകയിലൊരു മുത്തം നുകർന്ന ശേഷം അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഗൗരിയുടെ വയറിന്റെ അടുത്തേക്ക് അവൻ തന്റെ മുഖം അടുപ്പിച്ചു. അച്ചയാടാ പൊന്നെ, അവൻ പതിയെ പറഞ്ഞു. അമ്മ പാവമാണ് കേട്ടോ. എന്റെ വാവ അമ്മയുടെ സങ്കടം ഒക്കെ മാറ്റിക്കൊടുക്കണം. ഒരു ചുംബനം തന്റെ കുഞ്ഞിന് നൽകിയ ശേഷം അവൻ ബെഡിലേക്ക് നേരെ കിടന്നു. മനസ്സിൽ എന്തൊക്കെയോ പദ്ധതികൾ എഴുന്നുണ്ടായിരുന്നു അവനപ്പോൾ. രാവിലെ ഗൗരി ഉണർന്നപ്പോൾ മഹി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. മഹിയേട്ടും കുളി കഴിഞ്ഞോ? ഞാൻ ഇന്നിത്തിരി നേരത്തെ ഉണർന്നു. അതെന്താ ഏട്ടാ? അഴിഞ്ഞൊളിഞ്ഞ മുടി മുഴുവനായും പാരിച്ചുറ്റി വെച്ചുകൊണ്ട് അവളും എഴുന്നേറ്റു. ഒന്നുമില്ല പെണ്ണേ, ഒരു 4 മണി ആയപ്പോഴേക്കും എന്റെ ഉറക്കം തെളിഞ്ഞു. പിന്നെ കുറച്ച് പെൻഡിങ് വർക്ക്സ് ഉണ്ടായിരുന്നു. അവൻ ഗൗരിയുടെ അടുത്തേക്ക് വന്ന് ബെഡിലിരുന്നു. ഞാൻ രാവിലെ ഒരു 8 മണിയാവുമ്പോൾ ഓഫീസിലേക്ക് പോകും. എന്നിട്ട് ഒരു 11 മണിയാവുമ്പോൾ തിരിച്ചെത്തും. ആ സമയത്ത് നീ റെഡിയായി നിന്നോളാം. നമുക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ? അവൾ തലകുലുക്കി. കുത്തിവെക്കോ ആവോ? നെറ്റി ചുളിച്ചുകൊണ്ട് ഗൗരി പിറുപിറുത്തു. അത് കണ്ടതും മഹിക്ക് ചിരി വന്നു. ഇത്ര പേടിയാണോ ഗൗരി നിനക്ക് ഇഞ്ചക്ഷൻ? ഗൗരിയാണെങ്കിൽ മഹിയുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. എന്റെ പെണ്ണെ, ഇങ്ങനെയൊക്കെ പേടിച്ചാൽ ഒക്കുവോ? വാവേ കാണണ്ടേ നിനക്ക്? അവനവളെ തന്റെ തോളിലേക്ക് ചേർത്തു. ഉറുമ്പ് കടിക്കുന്ന ഒരു കുഞ്ഞു വേദനയല്ലേ ഉള്ളൂ. ഈ ഇഞ്ചക്ഷനും അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴുമൊക്കെ. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അതൊക്കെ കഴിയുകയും ചെയ്യും. ഒരു കൊച്ചു കുട്ടിയോട് എന്ന പോലെ അവൻ പറഞ്ഞു. കയ്യിൽ കിട്ടിയ തുണിയുമെടുത്ത് കുളിക്കുവാനായി ബാത്റൂമിലേക്ക് പോയപ്പോൾ ഒരു ചെറിയ സംശയം അവളുടെ ഉള്ളിൽ പൊന്തി വന്നു. ഇത്രയും സോഫ്റ്റായിട്ട് ഏട്ടൻ തന്നോട് സംസാരിക്കുന്നു. ഇതുവരെയായിട്ടും ഇങ്ങനൊന്നും പതിവില്ലായിരുന്നു. കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ടാവാം, അല്ലെങ്കിൽ തന്റെ വിഷമം കണ്ടിട്ടാവാം. പെട്ടെന്നാണ് ഡോറിൽ അവൻ മുട്ടിയത്. ഗൗരി, എന്താ മഹിയേട്ടാ? ഒരുപാട് വെള്ളമൊന്നും തലയിൽ കോരി ഒഴിച്ച് പനി പിടിപ്പിക്കല്ലേ? അവൾ ഒന്നും മൂളി. കുളി കഴിഞ്ഞവൾ ഇറങ്ങി വന്നപ്പോൾ അലമാരയിൽ നിന്നും മറ്റൊരു ടവലെടുത്ത് പിടിച്ചുകൊണ്ട് മഹി നിൽപ്പുണ്ടായിരുന്നു. ദാ, ഈ ടവൽ ഉപയോഗിച്ച് ഒന്നുകൂടി നന്നായി മുടിയിലെ വെള്ളം തോർത്തിക്കളയ. അവൻ അത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. വെള്ളം ശരിക്കും ഞാൻ ഒപ്പിക്കളഞ്ഞതാ മഹിയേട്ടാ, കുഴപ്പമില്ലെന്നേ. പറയുന്നത് അനുസരിക്ക് ഗൗരി. അവൻ അവളെ നോക്കി കണ്ണുരുട്ടി. ഈ മഹിയേട്ടൻ്റെ ഒരു കാര്യം, ഞാൻ അത്രയ്ക്ക് കൊച്ചു കുട്ടിയൊന്നുമല്ലാട്ടോ. അവൾ അവനെ നോക്കി മുഖം വീർപ്പിച്ചു. അതെ, ഇവിടെ ഒരാളുണ്ട്. ആൾക്കും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാ. പനിയോ ജലദോഷമോ ഒക്കെ പിടിച്ചാലേ അതൊക്കെ മാറ്റാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. തന്നെയുമല്ല, കണ്ട ആവശ്യമില്ലാത്ത മരുന്നുകളൊക്കെ കഴിക്കുന്നത് കുഞ്ഞിന് ചീത്തയാ. ഓ, അങ്ങനെ വരട്ടെ. ഇപ്പൊ അച്ഛനും മോനും ഒറ്റക്കെട്ടായി. ഞാൻ ഔട്ടും. ഈ സ്നേഹവും കരുതലുമൊക്കെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. എന്ത് സംശയം? മോനോടുള്ള ഇഷ്ടമാവൂന്ന്. ഈ പോടി കുശുമ്പി. അവനവളെ തന്റെ കൈകളിലേക്ക് കോരിയെടുത്തുകൊണ്ടുപോയി ബെഡിലേക്ക് കിടത്തി. ഇതെന്താ മഹിയേട്ടായി കാണിക്കുന്നത്? അവൾ ഇട്ടിരുന്ന ഇളം മഞ്ഞ നിറമുള്ള കുർത്തയുടെ മുൻഭാഗമെടുത്ത് പൊക്കിയ ശേഷം മഹി തന്റെ അതരം അവളുടെ അണിവയറിലേക്ക് ചേർത്തു. കുളിരുള്ള അവളുടെ മേനിയിൽ അവന്റെ ഇളം ചൂടുള്ള അതരം പതിഞ്ഞപ്പോൾ പെണ്ണൊന്നു പിടഞ്ഞു. അടങ്ങിക്കിടക്കടി, ഞാൻ എന്റെ മോനോടൊന്ന് സംസാരിക്കട്ടെ. വാവേ, നിന്റെ അമ്മ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അവക്കിത്തിരി കുശുമ്പും കുന്നായ്മയും ഒക്കെ തുടങ്ങി.
നീ കേട്ടോ അമ്മ പറഞ്ഞത്? ഞാന് അവളെ സ്നേഹിച്ചു തുടങ്ങിയതേ മോൻ വന്നപ്പോഴാണെന്ന്. ഇങ്ങനെ പച്ച നുണ പറയുന്ന അമ്മയെ നമുക്ക് രണ്ടാൾക്കും കൂടി നല്ല അടി വെച്ചു കൊടുത്ത് മെരുക്കിയെടുക്കണം കേട്ടോ. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ ഗൗരി പൊട്ടിച്ചിരിച്ചു. നീ ചിരിക്കൊന്നും വേണ്ട. എന്റെ മോനിങ്ങി വന്നോട്ടെ. നീ ഇപ്പൊ പറഞ്ഞതിന് അവൻ മറുപടി തന്നോളും, മഹി ഗൗരവത്തിൽ പറഞ്ഞു. അവളുടെ വിരലുകൾ അപ്പോഴും അവന്റെ മുടിയിഴകളിൽ തലോടുകയാണ്. പെട്ടെന്നാണ് അവൾക്ക് അടിവയറ്റിൽ ഒരു ഉരുണ്ടുകയറ്റം പോലെ തോന്നിയത്. മഹിയെ തള്ളി മാറ്റിയിട്ട് അവൾ വേഗം എഴുന്നേറ്റു. വാഷ് ബേസിന്റെ അരികിലേക്ക് ഓടി. എന്താടി, എന്താ പറ്റി? മഹിയും പിന്നാലെ ചെന്നു. ഓക്കാനിച്ചുകൊണ്ട് അവൾ ഇളം മഞ്ഞ നിറമുള്ള ദ്രാവകം ഛർദ്ദിച്ചു. അവളുടെ പുറം തടവിക്കൊടുത്തുകൊണ്ട് മഹി അവളോട് ചേർന്ന് നിന്നു. ഹോസ്പിറ്റലിൽ പോണോടാ? ഗൗരിയെ പിടിച്ചുകൊണ്ടുവന്ന് മഹി ബെഡിലേക്കിരുത്തി. കുഴപ്പമില്ലേട്ടാ, ഏട്ടൻ ഓഫീസിൽ പോയിട്ട് വന്നിട്ട് പോകാം, അവൾ പുഞ്ചിരിയോട് കൂടി പറഞ്ഞു. തുടരും.